അപ്പോഴാണ് അവൾ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത്. അജിത്തിന് മറ്റൊരു കാമുകിയുണ്ടെന്നല്ല, മറിച്ച് അമ്മായിയമ്മയുടെ കടുത്ത കടബാധ്യത തീർക്കാൻ വേണ്ടി മാത്രം തന്നെ വിവാഹം കഴിച്ചതാണ്. അജിത്തും അമ്മായിയമ്മയും ചേർന്ന് നടത്തുന്ന ഒരു വലിയ നാടകത്തിലെ ഇര മാത്രമാണ് താനെന്ന് അവൾ മനസ്സിലാക്കി. അതിലൊരു കുറിപ്പുണ്ടായിരുന്നു: അമ്മേ, കടം വീട്ടാൻ ഞാൻ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു. വീട്ടിലേക്ക് മടങ്ങാൻ ഉമ്മയും ഉപ്പയും സഹോദരനും അനുവദിക്കില്ല എന്ന നിസ്സഹായ അവസ്ഥ അവളെ തളർത്തി. പക്ഷെ അവൾ തോറ്റുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. അമ്മായിയമ്മ പൂട്ടിവെച്ച പെട്ടിക്കരികിൽ നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു പുതിയ നിശ്ചയദാർഢ്യം. സ്വർണത്തിന് പകരം തന്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ അവൾ ആ വലിയ തീരുമാനമെടുത്തു. അന്ന് രാത്രി അജിത് വേഗത്തിൽ ഉറങ്ങി. അവന്റെ ഫോണിലേക്ക് തുടർച്ചയായി മെസ്സേജുകൾ വരുന്നത് കണ്ട് അവൾ മെല്ലെ ആ ഫോൺ എടുത്തു നോക്കി. ലോക്ക് ഇല്ലാതിരുന്ന ആ ഫോണിൽ കണ്ടത് ഒരു പെൺകുട്ടിയുടെ മെസ്സേജ് ആയിരുന്നില്ല, പകരം അജിത്തിന്റെ ഒരു സുഹൃത്തിന്റെ സന്ദേശമായിരുന്നു. അജിത്, നിന്റെ വീട്ടിലെ ജപ്തി ഒഴിവാക്കാൻ ആ പെണ്ണിന്റെ സ്വർണം ഉടനെ വിൽക്കണം, അല്ലെങ്കിൽ നിന്റെ അമ്മ വഴിയിലാകും. അവൾ തകർന്നുപോയി. തന്നെ സ്നേഹിക്കാനല്ല, മറിച്ച് തന്റെ സ്വർണം വിറ്റ് അവരുടെ കടം വീട്ടാനാണ് ഈ കല്യാണം നടന്നതെന്ന് അവൾ മനസ്സിലാക്കി. സ്വന്തം വീട്ടിൽ മെയിംചനും വഴക്കിലാണ്. ജ്യേഷ്ഠനാണെങ്കിൽ അവളെ തിരിഞ്ഞുനോക്കാറുമില്ല, പോകാൻ ഒരിടമില്ല എന്ന സത്യം അവളെ വല്ലാതെ വേദനിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ അമ്മായിയമ്മ ആ പെട്ടിയുമായി പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അവൾ തടയാൻ ശ്രമിച്ചപ്പോൾ അവർ അവളെ തള്ളിമാറ്റി. നിന്റെ സ്വർണമല്ലേ, അത് ഇവിടെ സുരക്ഷിതമായി ഇരുന്നോളും, നീ പോയി പണി ചെയ്യ് എന്ന് അവർ ആക്രോശിച്ചു. അജിത്ത് ഇതൊന്നും കാണാത്ത ഭാവത്തിൽ ബൈക്കെടുത്ത് പുറത്തേക്ക് പോയി. മണിക്കൂറുകൾക്ക് ശേഷം അജിത്തും അമ്മയും ദേഷ്യത്തോടെ വീട്ടിൽ തിരിച്ചെത്തി. അവർ ആ പെട്ടി അവളുടെ നേരെ എറിഞ്ഞു.